ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ മീറ്ററിനകത്ത് വാണിംഗ് ലാമ്പ് തെളിഞ്ഞ് വരും. അതായത് എൻജിൻ ചെക്കിൻ്റെ വാണിംഗ് ലാമ്പ് കൂടെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള അത് നമ്മൾ OBD കണക്ട് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് റീഡ് കോഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പറയത്തക്ക പ്രോബ്ലം ഇതുമ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് കോഡ് റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെൻസറിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് റേസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലിയർ മെൻഷൻ കൊടുക്കാം, റീസെറ്റ് കൊടുക്കാം കേട്ടോ. നിലവിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും അതുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി ആ ക്രാങ്കിൻ്റെ ആ പൊസിഷൻ, അതായത് പൊസിഷൻ സെൻസർ വന്ന ഭാഗം അഴിച്ച് റീപ്ലേസ് ചെയ്ത് നോക്കേണ്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ആ കോൺടാക്റ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാവ് മഴയുടേതായിട്ടുള്ള ക്ലാവ് കാര്യങ്ങളൊക്കെ പിടിച്ചാലും സെയിം പ്രോബ്ലം തന്നെ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ മിസ്സിങ്ങോ പ്രോബ്ലംസ് ഒന്നും കാണിക്കുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകാത്തത്. വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലംസ് കാണിക്കുക, വല്ല മിസ്സിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡെപ്ത് നമ്മളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി. ഇത് മേജറായിട്ടുള്ളൊരു പ്രോബ്ലം അല്ല. അത് ചെറിയൊരു സെൻസിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും വാണിംഗ് ലാമ്പ് ഓണായി വരും. അതാണ് സംഭവിച്ചതാണ് കേട്ടോ. ഓക്കെ, നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്കും തരാം. ഓക്കെ.